രാവിലെ തന്നെ ഏറെക്കുറെ പണിയെല്ലാം തീർത്തിട്ട് ഇനിയുള്ള ചോറും കറിയും വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. ചോറ് ഇപ്പോൾ അടുപ്പത്ത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേവാറായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ദേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ 3 പേരും കല്യാണത്തിന് പോകും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തിന് ഞാനിക്ക് മാത്രമേ കഴിക്കാനുണ്ടാവുള്ളേ. ഉപ്പ പിന്നെ വൈകുന്നേരം കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇക്കാനടുത്ത് വർത്താനം പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അടുക്കളയിൽ പിന്നെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് ചെറിയ ഇതിലൊക്കെ ഒന്ന് സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ കാര്യമായിട്ട് പണിയാണ്. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ പിള്ളേർ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഞാനിത് വേഗം ആക്കി വെച്ചിട്ട് അകത്ത് തൂരും വരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലുള്ള ഈ ചെറിയ പണി മാത്രമേ ഉള്ളൂ. ഇതപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീരും കേട്ടോ. അപ്പോൾ പാത്തുമ്മ അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എവിടെയെല്ലാം നടക്കുന്നത് അവിടെ എല്ലാം നടക്കുന്നുണ്ട്. പോണ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചുകൊണ്ടേ നടക്കാറുള്ളൂ. അതേ അടുത്ത പണിയും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഒതുക്കി വെച്ച എല്ലാം പെറുക്കി അവിടെ കൊണ്ടിടുക കേട്ടോ. ഇതല്ലേ ഇതിന് മുന്നും കുറേ കാണിച്ചിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. അപ്പോൾ വേഗം ഇറച്ചിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വേഗം കയറാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉപ്പേരിയും കാര്യമൊന്നും അങ്ങനെ എപ്പോഴും വെക്കാറില്ല, വല്ലപ്പോഴൊക്കെ വെക്കാറില്ല കേട്ടോ. പിന്നെ നമ്മളെ കറികളൊക്കെ വെക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മടിയാണ് എപ്പോഴും ഇങ്ങനെ ഇത് തന്നെ വെച്ച് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുക്കാറില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണുന്ന ഒരാളുണ്ട് കേട്ടോ, എൻ്റെ ആങ്ങളയുടെ മോളാണ്. അവൾ എപ്പോഴും എൻ്റെ വീഡിയോ എടുത്തിട്ട് കാണാറുണ്ട്. എപ്പോഴും വീട്ടിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് തിരഞ്ഞ് പിടിച്ചിരുന്ന് കാണുമെന്ന്. അതുകൊണ്ട് ടി വിക്കകത്തിരുന്ന് എപ്പോഴും കാണും, ഒരു കണക്ട് ചെയ്ത് എപ്പോഴും ഇരുന്ന് കാണലാണ് പണി കേട്ടോ. സവോള വാട്ടാനിട്ടിട്ടൊന്ന് അപ്പുറത്തോട്ട് പോയി 5 മിനിറ്റ് ആയില്ല, അപ്പോഴേക്ക് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം നേരം കുക്കറിനകത്ത് വെക്കാൻ പറ്റില്ല, വേഗം വേവിച്ചിട്ടെടുത്ത് മാറ്റാൻ വേണേ. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്കൊന്ന് അടി പിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പുത്തരിയൊന്നുമില്ല നമുക്ക്. അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ അടുത്ത പണി ഭാഗത്ത് വന്നിട്ടുണ്ട്. ചോറെല്ലാം അവിടെ കമിഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ഇക്ക നോക്കിയപ്പോൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കസേരയിട്ട് കയറി അതെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് അതെടുത്ത് വാരിക്കളഞ്ഞ് അവിടെയും തൂത്ത് കഴിഞ്ഞ് നമ്മൾ അടുക്കളത്തെ പണിയേറെ കുറേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പാത്തുവിനും പോയി കുളിപ്പിച്ച് കിടത്തിയവർക്ക് ഞാനും കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റണം. ഞാൻ അത് മൺചട്ടിയിലോട്ട് എടുത്ത് ഒഴിച്ച് മാറ്റുന്നുണ്ട്. ഇനി ആ സവോള അടി പിടിച്ചതിൻ്റെ മണം അതിൽ വേണ്ടല്ലോ ഓർത്ത് വേഗം എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ സവോള അത്യാവശ്യം നല്ലപോലെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. പിന്നെ കറിക്കകത്തുനിന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ഇടാനായിട്ട്. വേപ്പിൻ്റെ ഇല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരി ആയിപ്പോണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു, മുളകൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എരിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഇളക്കിയത് നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറുക്കി വെക്കണമെന്ന് ഓർത്താട്ടോ ഞാൻ എപ്പോഴും വെക്കാറ്. പക്ഷേ അടി പിടിക്കുന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ സവോള വാട്ടിയപ്പോൾ അടി പിടിച്ച്. ഇനി വെള്ളം കൂടെ ഒഴിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ പിടിക്കുമെന്ന് ഓർത്ത് ഞാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെച്ചില്ല, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂട്ടി ചോറുണ്ടട്ടെ കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പൈസ മുടക്കില്ലാത്ത പരിപാടി, ലൈക്കും കൂടെ അടിച്ച് വിടണം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ ടാറ്റാ.